കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണിയാണ്. കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ നിലവിൽ പരിമിതിയുണ്ടെന്ന് വനമന്ത്രി. ഭേദഗതിയിലുള്ളത് 3 നിർദ്ദേശങ്ങളാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ മുഴുവൻ അധികാരങ്ങളും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് നൽകണം. കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്ത് വന്യജീവി ആക്രമണം തടയാനുള്ള സാഹചര്യമുണ്ടാക്കണം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നിവയാണ് ഭേദഗതി നിർദ്ദേശങ്ങൾ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കുന്നതിനും മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണി ഉയർത്തുന്നതിനും കാരണമാവുകയും നിരവധി മനുഷ്യജീവനുകൾ പൊലിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിനാലും കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമവും ചട്ടങ്ങളും നടപടിക്രമങ്ങളും ലഘൂകരിക്കുന്നതിന് ആവശ്യമായ പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രസ്തുത കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്ത് കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 62-ാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും ഈ സഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. വന്യമൃഗ ശല്യം തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും വനമന്ത്രി രാജിവെക്കണമെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ഉദ്യോഗസ്ഥർ നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നു. 10 ലക്ഷം രൂപ കൊടുത്താൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് ഒന്നുമാകില്ല എന്നും കെ സുധാകരൻ. ഈ മന്ത്രി എവിടെ പോയി? ഈ കൊലപാതക മരണം മുഴുവൻ നടന്നു, ഇയാൾ വന്നോ? ആ വീട്ടിൽ പോയോ? ഒന്ന് ആശ്വസിപ്പിച്ചോ? എന്ത് മന്ത്രിയാണ്? എന്ത് സർക്കാരാണ്? സർക്കാർ പറയണ്ടേ മന്ത്രിയോട് പോകാൻ? അവരെ ആശ്വസിപ്പിക്കാൻ പറയണ്ടേ? 10 ലക്ഷം ഉലുവ കൊടുത്തിരിക്കുന്നു ഒരു കുടുംബത്തിന്. ഷാജി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്ന ഒരു കേസിനകത്ത് അജീഷിന് 10 ലക്ഷം രൂപ എന്തിനു മതി? 2 മക്കൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കാൻ എത്തുമോ കുട്ടികൾക്ക് 10 ലക്ഷം രൂപ? ഒരു സർക്കാർ ഒരു മര്യാദയില്ലേ, മനുഷ്യത്വം ഇല്ലേ? ആ മനുഷ്യത്വം എവിടെയാ കാണിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഒന്നുകിൽ ഫോറസ്റ്റ് മന്ത്രി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ രാജിവെച്ച് കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകണം. വയനാടിനെ കുറിച്ച് യഥാർത്ഥത്തിൽ കേരളം ചിന്തിക്കേണ്ടതുണ്ട്. വീട്ടുമുറ്റത്തിട്ടാണ് അജീഷിനെ ആന ചവിട്ടിക്കൊന്നത്. വീടിനടുത്ത് വെച്ചാണ് ഒരു വീട്ടമ്മ ഇന്ന് കടുവയുടെ വായിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. മുറ്റത്തേക്കൊന്നിറങ്ങാൻ, കുഞ്ഞുങ്ങളെ ഒന്ന് കളിക്കാൻ അയക്കാൻ പേടിച്ച് ജീവിക്കുന്നത് മനുഷ്യരാണ്. ഇന്ന് രാവിലെയാണ് കടുവയെ ഈ നാട്ടിലെത്തിയതായ ആളുകൾ കാണുന്നത്. അതായത് റോഡ് മുറിച്ച് കിടക്കുന്ന CCTV ദൃശ്യം. ആ റോഡിലാണ് നമ്മളിവിടെ ഉള്ളത്. അപ്പോൾ ഈ വശത്തു നിന്നാണ് കടുവ കയറി വന്നത്. അതിപ്പോൾ അതിനപ്പുറത്തേക്ക് ഫോറസ്റ്റാണ്, വനമേഖല അതിനപ്പുറത്തുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും ജനവാസ മേഖലയാണ്. ആ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം മോഴയാന അജീഷ് എന്നയാളെ വീട്ടിൻ്റെ മുറ്റത്തിട്ട് ചവിട്ടിക്കൊന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററിനുള്ളിലാണ് ഈ പള്ളിക്ക് തൊട്ട് മുൻപിലായി കടുവയെ കണ്ടത്. റോട്ടിലോട്ട് എൻ്റെ റോട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തന്നെ പറമ്പിൽ നിന്ന് ഇരച്ചു വരുന്നവരത്തെ ഒരു കരച്ചിൽ ആദ്യമായി കേട്ടത്. അപ്പോൾ കരച്ചിൽ കേട്ടപ്പോൾ ഈ ആന ഇറങ്ങിയ വയോളം ഞാൻ ശ്രദ്ധിച്ചു ശരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് ഒന്നെങ്കിൽ മാറി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കരച്ചിലോടെ കേട്ട് എന്തോ പ്രദേശം മുഴുവൻ ഇളകി വരുന്ന പോലത്തെ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടവിടെ ഞാൻ മേലെ വേഗം അടുത്ത വീട്ടിലെ ചേട്ടനെ ആന വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചങ്ങ് കയറുമല്ല, ഇതെൻ്റെ പുറകെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ പോയി എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സൈഡിലെ പറമ്പിലോട്ട് മാറിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ അങ്ങ് ഇങ്ങോട്ട് മാറും, ഇതിങ്ങനെ ഒരൊറ്റ പോക്കും. പേടിച്ചു. അയ്യോ, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും വീണു കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ ചേട്ടനെ വിളിച്ചു, ചേട്ടാ ആന വന്ന് എന്നെ ഒന്ന് പിടിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ വീണു പോയി ഇപ്പറേ. എന്നിട്ട് അവരെന്നെ പിടിച്ച് കയറ്റിയത്. ഇവരുടെ തൊട്ട് പുറകിലുണ്ടായിരുന്ന ഈ സാധനം എനിക്ക് എന്നാന്നൊരു രാവിലെയല്ലേ ഒരു കറുത്ത സാധനം കയറി പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ആനയെ പേടിച്ചിട്ട് 4 കാലയിൽ ആള് വന്നതാണോ എന്നതാന്ന്. ഇതിനെയും കയറ്റിക്കൊണ്ട് ഞാനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും കണ്ടില്ല. ആന അജീഷിനെ കൊന്നതോടുകൂടി ഭയങ്കര ഭീതിതമായ ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ. ഒരു വിറക് പറക്കാൻ പോലും പോകാൻ പറ്റിയല്ല. സാർ വന്ന് നോക്കിക്കേ, ഇത്രയുള്ള ചുള്ളി വെച്ചിട്ടാണ് ഞാൻ അടുപ്പിൽ തീ കത്തിക്കുന്നത്, പറമ്പിലേക്ക് കയറി പോകാൻ പേടിച്ചിട്ട്.